KTD എന്ന സംഘടന കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 2017 കാലഘട്ടത്തിൽ നമ്മുടെ ടാക്സി ഡ്രൈവർമാരിൽ രൂപം കൊണ്ടൊരു സംഘടനയാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ. കോഴിക്കോട് വെച്ച് നമ്മുടെ സ്ഥാപക നേതാക്കളായ കാസിം കോഴിക്കോട്, വിനീത് അലിശ്ശേരി, ഷക്കീർ വഞ്ഞാറമൂട്, ഷംസു കോഴിക്കോട് എന്നിവരാൽ ഒരാശയത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനും അവരെ സഹായത്തിനും വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ തുടങ്ങിയൊരു സംഘടന. ആ സംഘടനയുടെ 6ാമത് ജില്ലാ സമ്മേളനം, കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ 22-ാം തീയതി യോഗശാല റോഡിൽ ജവഹർലാൽ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ 800ഓളം മെമ്പർമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതിയുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ യതീഷ് ചന്ദ്ര IPS അവറുകളാണ്. അതോടൊപ്പം ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് കണ്ണൂർ RTO AMVI റോഷൻ സാറാണ് ഈ ഒരു സമ്മേളനത്തിൽ ക്ലാസ് എടുക്കുന്നത്. അതോടനുബന്ധിച്ച് കരുണ KTDയുടെ ജില്ലാ സംസ്ഥാന സോൺ ഭാരവാഹികൾ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കൂടിയ എല്ലാ മാധ്യമപ്രവർത്തകരും നാളെ യോഗശാല റോഡിലുള്ള ജവഹർലാൽ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ വിവരം കൂടി ഇവിടെ അറിയിക്കാനാണ് ഇന്നത്തെ പത്രസമ്മേളനം ഇവിടെ വിളിച്ചുവിട്ടത്. സർക്കാർ സംവിധാനങ്ങൾ സജ്ജമാകുന്നതുവരെ VLTS സംവിധാനം നിർത്തം ചെയ്യണം എന്നാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ആവശ്യം. കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ റെൻ്റേ ക്യാബ്, അതായത് റെൻ്റേ കാർ, ഇല്ലീഗൽ ടാക്സി. അത് അനധികൃത സർവീസ് നടത്തുന്ന വ്യാജ റെൻ്റേ കാറിന് അതിൻ്റെ പെർമിറ്റ് ഉപയോഗിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അതിന് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാൻ മാധ്യമങ്ങളുടെ ക്ഷണവും കൂടി സ്വീകരിക്കുന്നു. അതേപോലെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ടാക്സി വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മറ്റും വിശ്രമമുറി അനുബന്ധിച്ചിട്ട് നമുക്ക് ഓർഡർ പാസ്സായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു അപേക്ഷയും കൂടിയാണ് ഇവിടെ വെക്കുന്നത്. അത് ഗവൺമെൻറ് ഓർഡർ നമ്പർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2025-26 ബഡ്ജറ്റിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ടാക്സ് വർധനവ് ഒന്നും കൂടി പുനർപരിശോധിക്കണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ.